ഹലോ നമസ്കാരം. എല്ലാവർക്കും ജാഷി വയനാട് സ്റ്റോറീസിലേക്ക് ഹൃദയപൂർവ്വം സ്വാഗതം. കേൾക്കൂ കേട്ടുകൊണ്ടേയിരിക്കൂ. ഞാനും നിങ്ങളും നമ്മുടെ കഥകളും. ആദ്യമേ തന്നെ ഞാനൊരു കാര്യം പറഞ്ഞുകൊണ്ടാണ് നമ്മുടെ കഥയിലേക്ക് പോകാൻ ഉദ്ദേശിക്കുന്നത്. നമ്മൾ കഴിഞ്ഞ ആഴ്ച പറഞ്ഞതുപോലെ നമ്മുടെ കമൻറ്റിൽ നിന്നും ഒരാളെ നമ്മൾ സെലക്ട് ചെയ്തിരുന്നു. ആരാണ് ആ ഭാഗ്യവതി എന്നറിയണ്ടേ? അത് നമ്മുടെ ഈ കഥയുടെ അവസാനം പറയുന്നതായിരിക്കും. മഴക്കാലമാണ്. അസുഖങ്ങളും അപകടങ്ങളും വിടാതെ നമ്മളെ പിന്തുടരുന്ന കാലമാണ്. എല്ലാവരും സുഖമായിട്ടിരിക്കുക, സേഫായിട്ടിരിക്കുക. അപ്പോൾ നമുക്ക് നോവലിലേക്ക് പോയാലോ? ബസവരാജനും കണ്ണാഭിരാമനും വസന്തിയും ഏതോ കുരുക്കിൽപ്പെട്ടെന്ന് ബോധ്യപ്പെട്ടു. അതിനൊക്കെ പിന്നിൽ ധനരാജാണെന്ന് അവൻ ഉറപ്പിച്ചു. തന്നെ ഫോണിൽ വിളിക്കുവാൻ പോലും അവർ അമ്മയെ അനുവദിക്കുന്നില്ലെങ്കിൽ അവർക്ക് തന്നിൽ നിന്നും എന്തൊക്കെയോ മറച്ചു വയ്ക്കാനുണ്ട്. പെട്ടെന്ന് ഓർത്തതുപോലെ ശിവയോഗി തിരക്കി. അമ്മ, അപ്പയുടെ സുഹൃത്തോ ബന്ധുവായ ഒരു താപസൻ എന്ന ആളിനെ അമ്മ അറിയുമോ? താപസൻ? ഇല്ലടാ, നമുക്ക് അങ്ങനെയുള്ള ബന്ധുവോ അപ്പയ്ക്ക് ആ പേരുള്ള ഒരു സുഹൃത്തോ ഉണ്ടായിരുന്നില്ല. മുത്തമ്മ തീർത്തു പറഞ്ഞു. അമ്മയ്ക്ക് ഉറപ്പാണോ? അതെ. ശിവയോഗിക്ക് നിരാശ തോന്നി. കർണാടകയിൽ നിന്നും താപസനെ പൊക്കാമെന്നും തൻ്റെ അച്ഛനമ്മമാർക്ക് യഥാർത്ഥത്തിൽ സംഭവിച്ചത് എന്താണെന്ന് കണ്ടെത്താം എന്നുമായിരുന്നു ഇതുവരെയുള്ള പ്രതീക്ഷ. മുത്തമ്മയുടെ ശബ്ദം വീണ്ടും കേട്ടു. മോനെ ശിവ, നീ ഇങ്ങോട്ട് വിളിക്കരുത്. അവസരം കിട്ടുമ്പോൾ ഞാൻ അങ്ങോട്ട് വിളിച്ചോളാം. ഇവിടുത്തെ പണിക്കാരികളുടെ കൂട്ടത്തിൽ എൻ്റെ മക്കൾക്ക് രഹസ്യം ചോർത്തി കൊടുക്കുന്നവരുണ്ടാവുമല്ലോ. ശരിയമ്മ. കോള് കട്ട് ചെയ്യുമ്പോൾ ശിവയോഗി ഓർത്തു. അമ്മ ഒരു ചക്രവ്യൂഹത്തിലാണ്. തന്നെ തള്ളിപ്പറഞ്ഞാൽ പോലും താൻ അമ്മയെ വിട്ടുപോന്നുകൂടായിരുന്നു. ചേട്ടാ, മുറ്റത്തു നിന്നും ഒരു വിളിയൊച്ച. ശിവയോഗി ചെന്നു. ചന്ദ്രലാൽ. അവൻ്റെ ഒപ്പം ഏതാനും പ്ലാസ്റ്റിക് കാരി ബാഗുകളുമായി മണിവർണ്ണയും. ചുരിദാറിനുള്ളിൽ തുളുമ്പി നിൽക്കുന്ന ഒരു സ്വർണ്ണ വിഗ്രഹമാണ് അവളെന്ന് അവന് തോന്നി. ചന്ദ്രലാലും മണിവർണ്ണയും വരാന്തയിലേക്ക് കയറി. മണിവർണ്ണ വീട് മുഴുവൻ നോക്കി കണ്ടുകൊണ്ട് അവിടെ കിടന്നിരുന്ന മേശമേൽ താൻ കൊണ്ടുവന്ന സാധനങ്ങൾ വെച്ചു. അമ്മാരെന്ത് ചെയ്തു? പുണ്യയോടെയും മറ്റും? ശിവയോഗി ചന്ദ്രലാലിനെ നോക്കി. FIR തയ്യാറാക്കിക്കൊണ്ടിരിക്കുക. ഉച്ച കഴിഞ്ഞ് കോടതിയിൽ ഹാജരാക്കും, അല്ലെങ്കിൽ മജിസ്ട്രേറ്റിൻ്റെ വീട്ടിൽ. പിന്നെ ചന്ദ്രലാൽ സ്വരം താത്തി. CI ജബ്ബാർ സാറ് ഇതുവരെ പോലീസിന് മൊഴി കൊടുക്കാനുള്ള അവസ്ഥയിലായിട്ടില്ല. അയാളുടെ മൊഴി എന്തെന്നറിയുവാൻ ഞാൻ ആളെ ഏർപ്പാടാക്കിയിട്ടുണ്ട്. ചേട്ടൻ്റെ പേരോ മറ്റോ പറഞ്ഞാൽ നമുക്ക് മുൻകൂർ ജാമ്യത്തിന് ശ്രമിക്കേണ്ടി വരും. ശിവയോഗി മുടിയിലൂടെ വിരലോടിച്ചുകൊണ്ട് ചിരിച്ചു. അയാൾ എൻ്റെ പേര് പറയാൻ സാധ്യതയില്ലെന്ന് ഞാൻ കരുതുന്നു. അഥവാ പറഞ്ഞാൽ പിന്നെ ഒരു വട്ടം കൂടി പോലീസിന് അയാളുടെ അടുത്ത് പോകേണ്ടി വരും. മരണമൊഴുക്കി. ചേട്ടാ, ചന്ദ്രലാലിൽ ഒരു ഞെട്ടൽ പടർന്നു. അയാൾ മറുപടി പറയുവാൻ ഭാവിക്കുമ്പോൾ ഒരു വട്ടം കൂടി ശിവയോഗിയുടെ ഫോൺ വിറച്ചു. അവൻ അതെടുത്ത് നോക്കി. ഏതോ വിദേശ നമ്പർ പോലെ. സംശയത്തോടെ കോൾ എടുത്തു. ശിവയല്ലേ? ശിവയോഗി കരിക്കളം അപ്പാജി. എഴുതി കൊടുത്തത് നോക്കി വായിക്കുന്നത് പോലെയുള്ള ചോദ്യം. ശിവയോഗിയുടെ കാതുകൾ ജാഗരൂകമായി. യാ, നിങ്ങളാരാ? ഞാൻ. പിന്നെ ഒരു ചിരി. തുടർന്ന് കേട്ടു. ഒരു പാവം സന്യാസി. താപസൻ എന്ന് പറയും. അല്പം മുൻപ് നീ മുത്തമ്മയോട് തിരക്കിയില്ലേ? അതേ ആൾ തന്നെ, താപസൻ. നീ ചവിട്ടി നിൽക്കുന്ന ഭൂമിയിൽ ഇരുന്ന് പോലും തപസ് ചെയ്തിട്ടുള്ളവൻ. എടാ നീ. ശിവയുടെ മുഖത്തേക്ക് രക്തം മിരച്ചു കയറി. ചന്ദ്രലാലും മണിവർണ്ണയും അവനെ പകച്ചു നോക്കി. ഫോണിൻ്റെ മറുതലക്കിൽ നിന്നും പിന്നെയും ശബ്ദം വന്നു. എടാ ചെറുക്ക, എൻ്റെ മുന്നിൽ നീ വെറുമൊരു ബാക്ടീരിയയ്ക്ക് പോലും സമമല്ല. ഞാൻ ഇവിടെ നിന്നാൽ മതി. നീ നിൽക്കുന്ന കുമരം കുന്നും ബിമ്മരം കോളനിയും അടക്കം തകർന്ന് തരിപ്പണമാകുവാൻ. പാറയിൽ ചിരട്ട കൊണ്ടുരസുന്നത് പോലെ ആ ശബ്ദം മാറി. എന്നാൽ ഞാനത് ചെയ്യാത്തത് എന്താണെന്നറിയാമോ? നിന്നെ എനിക്ക് വേണം. നിന്നെ മാത്രമല്ല, അപ്പാജിയുടെ സകല മക്കളെയും. എന്തിനെന്നോ? ചുമ്മാ കൊത്തി നുറുക്കുവാൻ. എന്നിട്ട് മാംസ കഷ്ണങ്ങൾ അച്ചാറിട്ട് വെച്ച് വർഷങ്ങളോളം പട്ടികൾക്ക് കൊടുക്കുവാൻ. ശിവയോഗിക്ക് ആകെ പെരുത്തു കയറി. എടാ താപസ, നീ തന്തയ്ക്ക് പിറന്നവനല്ലെന്ന് എനിക്കറിയാം. കാരണം അങ്ങനെയുള്ളവർ നേരെ പോരാടും. പക്ഷെ നീ ഏത് ജന്തുവിന് എവിടെ ഉണ്ടായതാണെങ്കിലും ഞാൻ വരും. ഒരേ ഒരു മുഖാമുഖം. അത് അവസാനിക്കുമ്പോൾ നമ്മളിൽ ഒരാളെ ബാക്കി കാണും.
അത് ഞാനായിരിക്കും, ഈ ശിവയോഗി. അലറുകയായിരുന്നു അവൻ. JCBകളുടെ ഒച്ചയേക്കാൾ കൂടുതൽ അതവിടെ മുഴങ്ങി. മണിവർണ്ണയ്ക്ക് ഭീതിയേറി. ചന്ദ്രലാൽ ദിക്കറിയാത്തവൻ എന്നവണ്ണം പകച്ചു. ഫോണിൽ കൈപ്പത്തി ഞെരിച്ചു പിടിച്ചുകൊണ്ട് ശിവയോഗി തുടർന്നലറി. കരിക്കളം തറവാട്ടിൽ ഇനി ആരുടെയെങ്കിലും ശരീരത്ത് ഒരു പൊടി വീണാൽ പോലും നിനക്ക് മാപ്പില്ല താപസ. നിന്റെ ഇരിപ്പിടം മറിഞ്ഞ് അടിവേരുകൾ അറുത്ത് ഞാൻ മുൻപിലെത്തുമ്പോൾ നിവർന്നു നിൽക്കാനെങ്കിലും ത്രാണി ഉണ്ടാകണേ എന്ന് നീ അറിയാവുന്ന ദൈവങ്ങളോട് പ്രാർത്ഥിച്ചു വെച്ചോ. അപ്പുറത്തൊന്നും മറുപടി ഉണ്ടായില്ല. ഹലോ ഹലോ. അവൻ ഫോണിലേക്ക് തുറിച്ചു നോക്കി. കോൾ മുറിഞ്ഞിരിക്കുന്നു. എന്താ ഏട്ടാ? ചന്ദ്രലാലിന് ഉദ്യോഗമായി. ഒന്നുമില്ല. ഈ പറയുന്ന ഫോൺ നമ്പർ നീ ഒന്ന് സൈബർ സെല്ല് വഴി ഒന്ന് തിരയണം. ആരുടെ പേരിലുള്ള ഫോൺ, അഡ്രസ്സ്, പിന്നെ ഇപ്പോൾ അതിൻ്റെ സ്ഥാനം. ശിവയോഗി നമ്പർ പറഞ്ഞു കൊടുത്തു. ചന്ദ്രലാൽ അത് തൻ്റെ ഫോണിൽ സേവ് ചെയ്തു. നിശബ്ദയായി ശില കണക്കെ നിൽക്കുകയായിരുന്നു അപ്പോഴും മണിവർണ്ണ. പുത്തൂർ മെഡിക്കൽ കോളേജ്. SP അമാവാസയും ബസന്തയും ഒന്നിച്ചാണ് അകത്തേക്ക് പോയത്. SI ലങ്കേഷ് പുറത്തു നിന്നു. അമാവാസയും ബസന്തയും കാഷ്വാലിറ്റിക്ക് മുന്നിലെത്തി. ഓടയിലെറിയപ്പെട്ട മനുഷ്യനെ അങ്ങോട്ട് കൊണ്ടുവന്ന പോലീസുകാർ കാത്തു നിന്നിരുന്നു. എന്തായി? അമാവാസ അവരെ നോക്കി. അവർ മറുപടി പറയും മുൻപ് കാഷ്വാലിറ്റിയുടെ ഡോർ തുറന്ന് ഒരു ഡോക്ടർ പുറത്തെത്തി. അമാവാസെ അയാളോട് കാര്യം തിരക്കി. പേടിക്കാനൊന്നുമില്ല, സാറിന് വേണമെങ്കിൽ അയാളെ കാണാം, ഡോക്ടർ പറഞ്ഞു. ഇപ്പോൾ അയാൾ നോർമലാണ്. ഡോക്ടർ നടന്നുപോയി. അമാവാസെ കാഷ്വാലിറ്റിയിലേക്ക് കയറുവാൻ നേരത്ത് ബസന്തയും കൂടെ ചെന്നു. സാർ, ഞാനും കൂടി. അതാരാണെന്നെങ്കിലും അറിയാൻ ഒരാഗ്രഹം. അമാവാസയും സമ്മതിച്ചു. ഇരുവരും ഒന്നിച്ച് അകത്ത് കടന്നു. ഒരു നേഴ്സ് അവർക്ക് ബെഡ് കാട്ടിക്കൊടുത്തു. പുറംതിരിഞ്ഞ് കിടക്കുകയായിരുന്ന ആ മനുഷ്യൻ ശരീരം വൃത്തിയാക്കി ഹോസ്പിറ്റലിൽ നിന്ന് നൽകിയ ഡ്രസ്സാണ് ധരിച്ചിരിക്കുന്നത്. അമാവാസെ കെയിൻ നീട്ടി കിടക്കയിലൊന്ന് തട്ടി. ആ മനുഷ്യൻ തിരിഞ്ഞു. അമാവാസയും വസന്തിയും അയാളെ തുറച്ചു നോക്കി. ധനരാജ്. സാർ. ചേച്ചി. അത്ഭുതത്തോടെ ധനരാജ് എഴുന്നേറ്റിരുന്നു. അമാവാസയുടെ കണ്ണുകൾ കുറുകി. അവരവിടെ ധനരാജെ? ബസവരാജും കണ്ണാഭിരാമനും. ധനരാജിൻ്റെ മുഖത്ത് അമ്പരപ്പ്. അവർ മടങ്ങി വന്നില്ലേ? ഇല്ല, പറഞ്ഞത് ബസന്തയാണ്. ധനരാജ് ചിന്തിച്ചിരുന്നു. അമാവാസയുടെ ശബ്ദം അവനെ ഉണർത്തി. നിങ്ങൾ മൂവരും ഒന്നിച്ചല്ലേ പോയത്? അതെ. ശങ്കയോടെ ധനരാജ് ചുണ്ടനക്കി. അവൻ്റെ ഓർമ്മയിൽ തലേ ദിവസത്തെ സംഭവം മിന്നി. വഴിക്ക് വെച്ച് ഞങ്ങളെ ആ സംഭവം അവൻ ചുരുക്കി പറഞ്ഞു. ഒരു കസേര വലിച്ചിട്ട് അമാവാസയിരുന്നു. അപ്പോൾ നീ പിന്നെ എങ്ങനെ ഓടയിലെത്തി? ഓടയിൽ നിന്നാണോ എന്നെ കിട്ടിയത്? ധനരാജന് ഒന്നും മനസ്സിലാകുന്നില്ല. എനിക്ക് ഓർമ്മയില്ല സാർ. ഇവിടെ വച്ചാണ് എനിക്ക് സ്വബോധമുണ്ടായത്. അമാവാസെ ഇടയ്ക്ക് കയറി. നിന്നെ കാറിൽ കൊണ്ടുപോയവർ എന്തു ചെയ്തു? അത് പറ. സാർ, കുറച്ചു ദൂരം എന്നെക്കൊണ്ട് അവർ കാർ ഓടിപ്പിച്ചു. പിന്നെ വിജനമായ ഒരിടത്ത് നിർത്തുവാൻ ആവശ്യപ്പെട്ടു. ഞാൻ കാർ നിർത്തി. അടുത്ത നിമിഷം പിന്നിലിരുന്നയാൾ എൻ്റെ മുഖത്ത് എന്തോ അമർത്തി. പിന്നെ ഞാൻ കണ്ണു തുറന്നത് ഇവിടെ വെച്ചാണ്. ഷിറ്റ്. അമാവാസെ കൈ ചുരുട്ടി കിടക്കയിലൊന്നിടിച്ചു. അപ്പോൾ അവരെക്കുറിച്ച് നിനക്കൊന്നും അറിയില്ലെന്നാണ് പറയുന്നത്? അതെ സാർ, ഞാൻ അവരെ നേരത്തെ കണ്ടിട്ട് പോലുമില്ല. അമാവാസെ കസേരയിലിരുന്ന് പുളഞ്ഞു. തനിക്ക് കിട്ടേണ്ട 3 കോടി രൂപ. ബസന്തി തളർച്ചയോടെ മറ്റൊരു കിടക്കയിലേക്ക് ചാരി നിന്നു. ഏട്ടന്മാർക്ക് എന്ത് സംഭവിച്ചിരിക്കും അപ്പോൾ? ബൺവാൾ പട്ടണത്തിലെ ഒരു 3 നില ഫ്ലാറ്റിൻ്റെ 3-ാം നിലയിലുണ്ടായിരുന്നു ബസവരാജ്. കൈകാലുകൾ ബന്ധിച്ച നിലയിൽ തറയിൽ ഒരു മേശയിൽ ചാരിയിരിക്കുകയായിരുന്നു അയാൾ. ഒരു തുണി പിരിച്ച് അയാളുടെ പല്ലുകൾക്കിടയിലൂടെ കടത്തി ശിരസിന് പിന്നിൽ കെട്ടിയിരിക്കുകയാണ്. മുറിയിൽ മറ്റാരും ഉണ്ടായിരുന്നില്ല. തന്നെ ആരാണ് ഇവിടെ കൊണ്ടുവന്നതെന്നോ എത്ര സമയമായി താൻ ഇവിടെ എത്തിയിരിക്കുന്നുവെന്നോ ബസവരാജിന് അറിയില്ല. താർ ജീപ്പിൽ വെച്ച് തന്നെ അയാളെ അബോധാവസ്ഥയിലാക്കിയിരുന്നു. കണ്ണു തുറന്നപ്പോൾ മുറിയിൽ വെളിച്ചമുണ്ട്. കണ്ണാഭിരാമനും ധനരാജ് എവിടെയാണ്? തങ്ങൾ കൊണ്ടുവന്ന പണം എവിടെ? ഒന്നിനും ഉത്തരം കിട്ടുന്നില്ല ബസവരാജന്. പെട്ടെന്ന് അയാളുടെ ചിന്തയെ മുറിച്ചുകൊണ്ട് വാതിൽപ്പാളിയിൽ താക്കോൽ തിരിയുന്ന ശബ്ദം. ബസവരാജ് അവിടേക്ക് തിരിഞ്ഞു. വെളുത്ത മുണ്ടും ലെതർ ചെറുപ്പുമാണ് ആദ്യം കണ്ടത്. ബസവരാജിൻ്റെ കണ്ണുകൾ മേലേക്കൊഴിഞ്ഞു. വെളുത്ത ജുബയും പഞ്ഞി പോലെ നരച്ച താടിയും മുടിയുമുള്ള ഒരാൾ. അയാൾക്ക് പിന്നാലെ അംഗരക്ഷകൻ എന്ന് തോന്നുന്ന കറുത്ത പാൻസും ഷർട്ടും ധരിച്ച 2 പേർ കൂടി മുറിയിലേക്ക് കയറി. ഒരാൾ തിരിഞ്ഞു വാതിലടച്ച് വോൾട്ടിട്ടു. മെല്ലെ അടുത്തേക്ക് വന്ന വെളുത്ത വേഷധാരി ബസവരാജിനെ നോക്കി ചിരിച്ചു.
അപ്പാജി കരിക്കളം സദാശിവയുടെ മൂത്ത മകന്, എൻ്റെ ശത്രുവിൻ്റെ മകൻ. നിനക്കെന്നെ അറിയില്ല, ഞാനൊരു സന്യാസി, പക്ഷേ ലൗകിക ജീവിതത്തോട് മാത്രം ഭ്രമമുള്ളവൻ. പേര് താപസൻ. പറഞ്ഞിട്ട് അയാൾ പൊട്ടിച്ചിരിച്ചു. അതിൻ്റെ അലകൾ മുറിയിൽ അങ്ങനെ പ്രകമ്പനം തീർത്തു. താപസം തിരിഞ്ഞ് തൻ്റെ അനുചരനെ നോക്കി. അവനൊരു ടീപ്പോയി എടുത്ത് താപസനും ബസവരാജനും മദ്യവെച്ചു. ശേഷം അതിനു മീതെ ഏതാനും മുദ്രപത്രങ്ങളും ഒരു പേനയും. താപസം മെല്ലെ താടി ഒഴിഞ്ഞുകൊണ്ട് ബസവരാജൻ്റെ കണ്ണുകളിലേക്ക് നോക്കി. നിന്റെ ഭയം എന്തെന്ന് എനിക്ക് തിരിച്ചറിയാൻ കഴിയുന്നുണ്ട് ബസവരാജെ. പക്ഷെ എന്തു ചെയ്യാൻ? നിന്നെ കൊല്ലുവാൻ ഞാൻ തീർച്ചപ്പെടുത്തി കഴിഞ്ഞു. എൻ്റെ തപസ്സിനിടയിൽ ദൈവത്തോട് ഞാൻ അങ്ങനെ ഒരു വരം ആവശ്യപ്പെട്ടുപോയി. ദൈവം അത് അനുവദിക്കുകയും ചെയ്തു. പറയുന്നതിനിടയിൽ താപസൻ തൻ്റെ ജുബ്ബ മുകളിലേക്ക് ഉയർത്തി മുണ്ടിനു മീതെ ചുറ്റിയിരുന്ന കറുത്ത ബെൽറ്റിൽ നിന്നും ഒരു നാരായം വലിച്ചെടുത്തു. മുദ്രപത്രങ്ങൾക്കരികിൽ വെച്ച്. ഇത് എഴുത്തോലയിൽ എന്നെ അക്ഷരങ്ങൾ പഠിപ്പിച്ച ആശാൻ്റെ നാരായമാ. ഞാൻ അയാളെ കൊന്നതും ഇതുകൊണ്ട് തന്നെ. താപസൻ പിന്നെയും ചിരിച്ചു. ബസവരാജ് വീതിയോടെ അതിലേക്ക് നോക്കി. അതിൽ ചോര കിനിഞ്ഞു വരുന്നത് പോലെ അയാൾക്ക് തോന്നി. അധ്യായം 19. താപസൻ ബസവരാജിൻ്റെ കണ്ണുകളിലേക്ക് നോട്ടമുറപ്പിച്ചുകൊണ്ട് നിന്നു. ഭീതിയിൽ പിടയുന്ന ബസവരാജിൻ്റെ കണ്ണുകളിൽ ബലിമൃഗത്തിൻ്റെ നിസ്സഹായത ഉണ്ടായിരുന്നു. താപസൻ തിരിഞ്ഞ് തൻ്റെ അനുയായികളോട് കൽപ്പിച്ചു, ഇവൻ എന്തൊക്കെയോ ചോദിക്കാനും പറയാനുമുണ്ട്. ഇവൻ്റെ അവസാനത്തെ ആഗ്രഹം, അത് സാധിച്ചു കൊടുക്കേണ്ടത് നമ്മുടെ കടമയാണ്. മരിക്കാൻ പോകുന്നതിൻ്റെ അവകാശവും. കറുത്ത വേഷധാരികളിൽ ഒരാൾ മുന്നോട്ട് നീങ്ങി. ബസവരാജൻ്റെ പല്ലുകൾക്കിടയിലൂടെ കടത്തി കെട്ടിമുറുക്കിയിരുന്ന തുണി അഴിച്ചു മാറ്റി. ബസവരാജ് ശ്വാസം വലിച്ചുവിട്ടു. അതേ നിമിഷം തിരക്കുകയും ചെയ്തു. താപസൻ, നിങ്ങൾ ആരാ? എന്നോട് എന്തിനാണ് ഇത്ര ശത്രുത? ഞാൻ നിങ്ങൾക്ക് യാതൊരു ദ്രോഹവും ചെയ്തിട്ടില്ലല്ലോ. താപസൻ കൗതുകഭാവം പൂണ്ട് താടിയൊഴിഞ്ഞു ചിരിച്ചു. നീ എന്നെ ദ്രോഹിച്ചെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ ബസവരാജെ. പക്ഷെ നിന്റെ മുൻഗാമികൾ, അവർ എന്നെ ഉപദ്രവിച്ചിട്ടുണ്ട്. ശത്രുവിൻ്റെ രക്തബന്ധത്തിലുള്ളവരെ മുഴുവൻ ഉന്മൂലനം ചെയ്യുമെന്നൊരു പ്രതിജ്ഞ ഞാൻ എടുത്തുപോയി. ബസവരാജന് കാര്യം പിടികിട്ടില്ല. താപസൻ തുടർന്നു, നിൻ്റെയും സഹോദരങ്ങളുടെയും മകൾ വിദേശത്തുണ്ടല്ലോ. എന്നെങ്കിലും അവർ നാട്ടിലെത്താതിരിക്കില്ല. എത്തിയാലുടൻ നിങ്ങൾക്ക് പിന്നാലെ ഞാൻ അവരെയും പരലോകത്തേക്ക് പാർസൽ ചെയ്യും. നരകത്തിൻ്റെ വാതിക്കൽ നിങ്ങൾ അവരെ പ്രതീക്ഷിച്ച് നിൽക്കണം. താപസൻ അല്പം പിറകിലേക്ക് മാറി ഒരു കസേര നീക്കിയിട്ട് ഇരുന്നു. എൻ്റെ മുൻഗാമികൾ നിങ്ങളെ എങ്ങനെ ദ്രോഹിച്ചെന്നാ? ബസവരാജ് നാവു നീട്ടി ചുണ്ടു നനച്ചു. പറയാം, ഒരു ഷോർട്ട് ഫിലിം പോലെ. മെഗാ സീരിയലാക്കുവാനുള്ള സമയം എനിക്കില്ല, മനസ്സും. താപസൻ വലതുകാലിന് മേൽ ഇടംകാലിന് കയറ്റി വെച്ചു. മെല്ലെ വിറപ്പിച്ചു. ഒപ്പം ആ പഴയ സംഭവം പറഞ്ഞു തുടങ്ങി. ബസവരാജൻ്റെ മുഖത്ത് വിവിധ ഭാവങ്ങൾ മാറി മാറി മിന്നി. ഈ പറഞ്ഞതിലൊന്നും ഞങ്ങൾ ഭാഗവാക്കല്ലല്ലോ താപസൻ. അപ്പോൾ പിന്നെ ഞങ്ങളെ വെറുതെ വിട്ടൂടെ? അയാളുടെ ശബ്ദം ദയനീയമായിരുന്നു. പാടില്ല. ശത്രു ദുർബലനാണെങ്കിൽ പോലും ജീവിച്ചിരിക്കുന്നത് എന്നും ഒരു തലവേദന. അതുകൊണ്ട് നീ വേഗം ഈ സ്റ്റാമ്പ് പേപ്പറുകളിലൊന്ന് ഒപ്പുവയ്ക്ക്. നിന്നെ കൊണ്ടുപോകാൻ യമൻ ഇരുൾ നിറമുള്ള പോത്തുമായി വെയിറ്റിങ്ങിലാണ്. താപസൻ പറഞ്ഞു. ബസവരാജ് നിഷേധഭാവത്തിൽ തലകുലുക്കി. ഞാൻ ഒപ്പിട്ടില്ലെങ്കിൽ? താപസൻ എന്തോ ഫലിതം കേട്ടതുപോലെ ചിരിച്ചു. നീ ഇടും, എനിക്ക് ഉറപ്പാ. അയാൾ അനുചരർക്ക് കൈകൊണ്ട് ഒരാംഗ്യം കാണിച്ചു. ഒരാളുടെ കയ്യിൽ ഒരു ചുറ്റിക പ്രത്യക്ഷപ്പെട്ടു. രണ്ടാമൻ ബസവരാജൻ്റെ ഇടതുകാലിലെ പെരുവിരൽ പിടിച്ച് നിലത്തമർത്തി കൊടുത്തു. ഒന്നാമൻ ആ ചുറ്റിക ഉയർത്തി ഒറ്റയടി. ബസവരാജ് അലറിക്കൊണ്ട് തൻ്റെ വിരലിലേക്ക് നോക്കി. ഒരു ബൈക്കിൻ്റെ ചക്രങ്ങൾ കയറിറങ്ങിയ തവളയുടെ തല പോലെ ചതഞ്ഞ വിരലിൻ്റെ ഭാഗം, ആ ഭാഗത്തുകൂടി ചോര ചീറ്റുന്നു. കാലുകൾ കെട്ടിയിരിക്കുകയായിരുന്നെങ്കിലും ബസവരാജ് പിടഞ്ഞു. ഇനി നീ ഒപ്പുവെക്കോടോ? അതോ നിന്റെ ഓരോരോ വിരലുകളായി ഇങ്ങനെ ഞാൻ ചതയ്ക്കണോ? താപസൻ പല്ലൊലിച്ചു. വേണ്ട, ഞാൻ ഒപ്പിടാം. പക്ഷെ എന്നെ കൊല്ലരുത്. എൻ്റെ കുടുംബത്തെയും എൻ്റെ സമ്പാദ്യം മുഴുവൻ ഞാൻ നിങ്ങൾക്ക് തരാം. ബസവരാജൻ്റെ കണ്ണുകൾ നിറഞ്ഞു തൂവി. അത് പിന്നീടത്തെ കാര്യം. ഇവൻ്റെ കൈകൾ അഴിച്ചുവിട്. താപസൻ അനുചരർക്ക് നിർദ്ദേശം നൽകി. അവർ അനുസരിച്ചു. പിന്നെ ടീപ്പോയി മുന്നോട്ട് തള്ളി വെച്ചു കൊടുത്തു.
ബസവരാജ് താപസന്റെ മുഖത്തേക്കും മുദ്രപത്രങ്ങളിലേക്കും മാറി മാറി നോക്കി. ഇതിലൊന്നും എഴുതിയിട്ടില്ലല്ലോ. അതൊക്കെ ഞാൻ ചെയ്തോളാം, നീ ഒപ്പിട്. വിറയ്ക്കുന്ന വിരലുകളാൽ ബസവരാജ് പേനയെടുത്തു. താപസം പറഞ്ഞ സ്ഥലങ്ങളിലൊക്കെ ഒപ്പിട്ടു. താപസന്റെ കണ്ണുകൾ വന്യമായി തിളങ്ങി. അയാൾ എഴുന്നേറ്റു. ഒരു യുഗം അവസാനിക്കുകയാണ് ബസവരാജ്. കരിക്കളം തറവാട്ടുകാർ എന്ന ഭൂപ്രഭുക്കന്മാരുടെ യുഗം. ഇനി ആ തറവാടിൻ്റെ പേര് ഞാൻ മാറ്റും. തറവാടിടിച്ചു ഞാൻ തകർക്കും, ഒരു ശേഷിപ്പും അവശേഷിപ്പിക്കാതെ. താപസം കുനിഞ്ഞ് നാരായമെടുത്തു. തുടർന്ന് അതിൻ്റെ മുനയുടെ മൂർച്ച പരിശോധിച്ചുകൊണ്ട് ബസവരാജന് പിറകിലെത്തി. മേശയിൽ ചാരിയിരുന്ന അയാളുടെ മുടിയിൽ കുത്തിപ്പിടിച്ച് ഒരു വശത്തേക്ക് മാറ്റി. കൊല്ലരുത് പ്ലീസ്, ബസവരാജൻ നിലവിളിച്ചു. താപസൻ അത് ചെവി കൊണ്ടില്ല. ഇടം കൈ നീട്ടി അയാൾ ബസവരാജൻ്റെ താടിയിൽ പിടിച്ച് പിന്നോട്ടമർത്തി. വേണ്ട വേണ്ട. ബസവരാജ് അയാളുടെ കയ്യിൽ അള്ളിപ്പിടിച്ചു. അയാളുടെ നഖങ്ങൾ താപസൻ്റെ കൈത്തണ്ടയിൽ മാംസത്തിൽ അങ്ങനെ താഴുകയാണ്. കാര്യമാക്കില്ല താപസൻ. യാതൊരു തിടുക്കവും കൂടാതെ നാരായമുയർത്തി ഒറ്റ കുത്ത് ബസവരാജൻ്റെ തൊണ്ടക്കുഴിയിൽ. നാരായത്തിൻ്റെ മുക്കാൽ ഭാഗവും അവിടെ താഴ്ന്നു. ഒരു ചീങ്കണ്ണി ശിരസ്സു വിഴങ്ങിയ മൃഗത്തെപ്പോലെ ബസവരാജൻ്റെ ഉടൽ നിലത്തടിച്ചു പിടഞ്ഞു. നിമിഷങ്ങൾ തറ ചവിട്ടിത്തള്ളുന്നതു കണക്കെ ഒരു വട്ടം കൂടി ബസവരാജൻ്റെ കാലുകൾ നിലത്തമർന്നു. ആ ഒരു നിമിഷം ബസവരാജൻ്റെ മനസ്സിലൊരു ചിത്രം തെളിഞ്ഞു. ശിവയോഗിയുടെ. താൻ തോന്നിയായിരുന്നെങ്കിലും അവൻ കൂടെ ഉണ്ടായിരുന്നെങ്കിൽ. ബസവരാജൻ്റെ പിടച്ചിൽ നിന്നതും താപസൻ പിടിവിട്ടു. കഴുത്തൊടിഞ്ഞ കോഴിയെപ്പോലെ ബസവരാജ് ചരിഞ്ഞു വീണു. നാരായൺ തഴഞ്ഞിറങ്ങിയ ഭാഗത്തിനു ചുറ്റും ചുവന്ന പെയിൻ്റ് കൊണ്ട് വൃത്തം വരച്ചതുപോലെ ഒരു പാട് തെളിഞ്ഞു. താപസൻ നിവർന്നു. ഇവൻ്റെ ശരീരം പോലും ആർക്കും കിട്ടരുത്. അനുചരർക്ക് കർശന നിർദ്ദേശം നൽകിയിട്ട് അയാൾ മുണ്ടിൻ്റെ അഗ്രമുയർത്തി കൈകൾ തുറച്ചു. പിന്നെ വാതിൽ തുറന്ന് പുറത്തേക്ക് കടന്നു. പുത്തൂർ മെഡിക്കൽ കോളേജ്. DYSP കലിംഗറാവുവിനെ ഡിസ്ചാർജ് ചെയ്യുകയാണ്. അയാളുടെ തുന്നിച്ചേർത്ത വലതു കൈ ജീവനില്ലാത്തതുപോലെ നെഞ്ചിൽ അമർത്തിയിരിക്കുകയാണ്. അരളി ബാഗുകൾ പാക്ക് ചെയ്തിരുന്നു. രാജു റുലാനിയും ഇമ്പദോസും റൂമിലുണ്ട്. പെട്ടെന്ന് അശോക് ഷെട്ടി കടന്നു വന്നു. സർ, ധനരാജനെ ഇവിടെ അഡ്മിറ്റ് ചെയ്തിട്ടുണ്ട്. തിടുക്കത്തിൽ അവൻ അറിയിച്ചു. അവനെന്തു പറ്റി? കലിംഗറാവുവിൻ്റെ പുരുകങ്ങൾ ചുളിഞ്ഞു. കൃത്യമായി അറിയില്ല, എങ്കിലും ഒരു പോലീസുകാരിൽ നിന്നും ചില സൂചനകൾ കിട്ടി. ധനരാജനെ ആരോ കിഡ്നാപ്പ് ചെയ്തു, ബോധം കെടുത്തി ഓടയിലെറിഞ്ഞു. അറിഞ്ഞ കാര്യം അശോക് ഷെട്ടി വിശദീകരിച്ചു. SP അമാവാസയും SI ലങ്കേഷും പിന്നെ കരിക്കളയിലെ ബസന്തിയും വന്നിട്ടുണ്ട്. കലിംഗറാവു ഒരു മാത്രം ചിന്തിച്ചിരുന്നു. അശോക, കിഡ്നാപ്പ് ചെയ്തിട്ട് അവനെ ബോധം കെടുത്തി ഓടയിൽ കളയേണ്ട കാര്യം എന്താ? അതിൽ ഭേദം കൊല്ലുന്നതായിരുന്നില്ലേ? ഇടംകൈ ഉയർത്തി കലിംഗറാവു മീശയിൽ തടവി. സാറെന്താ ഉദ്ദേശിക്കുന്നത്? ഇമ്പദോസനും ചോദിക്കാതിരിക്കാൻ കഴിഞ്ഞില്ല. ഇതൊരു നാടകമാണ്. ധനരാജ പ്രധാന കഥാപാത്രമായ നാടകം. കരിക്കളം തറവാടിൻ്റെ അടിവേരിളക്കുവാൻ നടത്തുന്ന തന്ത്രം. കലിംഗറാവുവിൻ്റെ ഉള്ളിൽ എന്താണെന്ന് പിടികിട്ടിയില്ല ആർക്കും. ആ സെക്കൻഡിൽ അയാളുടെ ഫോൺ ശബ്ദിച്ചു. അരളി എടുത്തു നോക്കി. പിന്നെ കലിംഗറാവുവിന് നേർക്ക് തിരിഞ്ഞു. അവനാ ശിവയോഗി, അവർ പറഞ്ഞു. മുറിക്കുള്ളിൽ പെട്ടെന്ന് നിശബ്ദത പരന്നു. ഫോൺ ഒരു വട്ടം കൂടി ബെല്ലടിച്ചു നിന്നു. അടുത്ത നിമിഷം വീണ്ടും കോൾ വന്നു. പല തവണയായി അവൻ വിളിക്കുന്നു. ഇനി അറ്റൻഡ് ചെയ്യാതിരുന്നാൽ ശരിയാവില്ല. ഫോണിങ്ങിതാ. അയാൾ ഇടംകൈ നീട്ടി അരളി ഫോൺ അവിടേക്ക് വെച്ചു കൊടുത്തു. കലിംഗറാവു ഫോൺ കാതിൽ വെച്ചു. ഹലോ ശിവ. സാർ, ഒരുപാട് തവണ ഞാൻ വിളിച്ചു, എന്താ ഫോൺ എടുക്കാത്തത്? ശിവയോഗിയുടെ ശബ്ദത്തിലെ പരിഭവം. അതോ എന്നെ മറന്നോ സാറ്? കലിംഗറാവു ഒന്നുലഞ്ഞു. നിന്നെ ഞാൻ മറക്കുകയോ ശിവ? പിന്നെ ഫോൺ എടുക്കാതിരുന്നതിന് പല കാരണങ്ങളുണ്ട്, അത് പിറകെ പറയാം. നിന്റെ വിശേഷങ്ങൾ പറയടോ. ഇരുവരും തമ്മിൽ അല്പനേരം സംസാരിച്ചു. അതിനിടെ ശിവയോഗി അറിയിച്ചു. സാർ, കരിക്കളം തറവാട്ടിൽ എല്ലാവരുടെയും ജീവൻ അപകടത്തിലാണ്. സാറൊന്ന് ശ്രദ്ധിക്കണം. കലിംഗറാവുവിൻ്റെ കണ്ണുകൾ കുറുകി. അത് നിനക്കെങ്ങനെ അറിയാം? അമ്മ വിളിച്ചിരുന്നു. അവിടെ എന്തൊക്കെയോ നടക്കുന്നുണ്ട്. പിന്നെ ഒന്ന് നിർത്തിയിട്ട് ശിവയോഗി തുടർന്നു. എൻ്റെ ശത്രു ഇങ്ങോട്ട് വിളിച്ച് എന്നോട് സ്വയം പരിചയപ്പെടുത്തി.
അയാളെക്കുറിച്ച് സാറൊന്ന് അന്വേഷിക്കണം. കലിംഗറാവുവിൻ്റെ കാതുകളെ ജാഗരൂപമായി. ആരാണത്? ഒരു താപസൻ. കാതിനുള്ളിൽ ഒരു വെള്ളിടി മുഴുങ്ങിയതുപോലെ. കലിംഗറാവു നടുങ്ങി. അയാളുടെ പല്ലുകൾ കോർത്തു ഞെരിഞ്ഞ ആ ഭാവം കണ്ട് അരളിയും അശോക് ഷെട്ടിയും ഇമ്പദോസും രാജറൂലാനിയും പകച്ചു. ശിവയോഗിയുടെ ശബ്ദം വീണ്ടും കേട്ടു. സർ, കരിക്കളം തറവാട്ടിലുള്ളവരുടെ എല്ലാം ചോരയും മാംസവും വേണം താപസന്. അയാളെ കണ്ടെത്തിയ മറ്റാർക്കും കൊടുക്കരുത്. എനിക്ക് വേണം. മറുപടി പറയുവാൻ നാവനങ്ങിയില്ല DYSP കലിംഗറാവുവിന്. താപസൻ, താപസൻ, ആ പേര് കാതിലങ്ങനെ മുഴങ്ങിക്കൊണ്ടിരുന്നു. അറിയാതെ കലിംഗറാവുവിൻ്റെ നോട്ടം തൻ്റെ തുന്നിച്ചേർത്ത് വലങ്കൈയിൽ തറഞ്ഞു. പിന്നീട് ശിവയോഗി പറഞ്ഞതൊന്നും കേട്ടില്ല കലിംഗറാവു. കാത് അടഞ്ഞു പോയതുപോലെ. 4-5 ദിവസങ്ങൾ കഴിഞ്ഞു. കക്കാട്ടുപുറം വീടിൻ്റെ ചുറ്റുപാടുമുള്ള കാടും പാഴ്മരങ്ങളുമെല്ലാം JCBകൾ നീക്കം ചെയ്തു. ബിമ്മരം കോളനി നിവാസികൾക്ക് 2 വർഷമെങ്കിലും ഉപയോഗിക്കാനുള്ള വിറക് ശേഖരിക്കാനും കഴിഞ്ഞു. ചരിഞ്ഞു കിടന്നിരുന്ന ഭൂമി ഇപ്പോൾ തട്ടുതട്ടുകളായി മാറ്റിയിരിക്കുകയാണ്. കോളനിയിലെ കുറേ യുവാക്കൾ കക്കാട്ടുപുറം വീടിൻ്റെ അറ്റകുറ്റപ്പണികൾ നടത്തുകയും വീട് പെയിൻറ് ചെയ്യാനും ആരംഭിച്ചിരിക്കുന്നു. എല്ലാറ്റിനും മേൽനോട്ടം വഹിക്കുന്നത് വെളുത്ത കുഞ്ഞാണ്. SI ചന്ദ്രലാൽ തൻ്റെ ജീപ്പ് ശിവയോഗിക്ക് വിട്ടുകൊടുത്തിരുന്നു. മറ്റൊരു സെക്കൻഡ് ഹാൻഡ് ജീപ്പ് വാങ്ങിക്കുവാനുള്ള ശ്രമവും നടത്തുന്നുണ്ട് ശിവയോഗി. ഒരാഴ്ചക്കുള്ളിൽ കക്കാട്ടുപുറത്തേക്ക് താമസം മാറ്റുവാനാണ് ശിവയോഗിയുടെ തീരുമാനം. ഉച്ചസമയം. ശിവയോഗിയും മണിവർണ്ണയും വരാന്തയിലിരുന്ന് ഭക്ഷണം കഴിക്കായിരുന്നു. അപ്പോഴാണ് SI ചന്ദ്രലാൽ എത്തിയത്. കൈയഴുകി വാടാ, കഴിക്കാം. ശിവയോഗി ക്ഷണിച്ചു. ഞാൻ വീട്ടിൽ നിന്നും കഴിച്ചിട്ട് വരുന്ന വഴിയാ ചേട്ടാ. 1-2 കാര്യങ്ങൾ പറയാനുണ്ടായിരുന്നു. ചന്ദ്രലാലും കസേരയിലിരുന്നു. പറഞ്ഞോ. ശിവയോഗി ഇലയിലേക്ക് കൈകുടഞ്ഞു. മണിവർണ്ണ കാതു കൂർപ്പിച്ചു. ചന്ദ്രലാൽ പറഞ്ഞു തുടങ്ങി. ഒന്ന്, CI ജബ്ബാറിൻ്റെ മൊഴിയെടുക്കാൻ DYSP പോയിരുന്നു. ചേട്ടൻ പറഞ്ഞതുപോലെ തന്നെ സംഭവിച്ചു. തന്നെ ആക്രമിച്ചത് ആരെന്ന് അറിയില്ലെന്നാണ് അയാൾ മൊഴി കൊടുത്തത്. ശിവയോഗി ഒന്ന് ചിരിച്ചു. ജബ്ബാറിന് ബുദ്ധിയുണ്ട്. പക്ഷേ വിഷയം അവിടെ തീരില്ല ചേട്ടാ. CI പറഞ്ഞത് DYSP വിശ്വസിച്ചിട്ടില്ല. അതെന്താ? ശിവയോഗിയുടെ മുഖത്ത് സംശയഭാവം തെളിഞ്ഞു. കാരണം ജബ്ബാർ സാർ പറഞ്ഞത് തന്നെ വീട്ടിൽ കയറി ആരോ ആക്രമിച്ചെന്നാണ്. പക്ഷെ പുണ്യകോടിയും സംഘവും പറഞ്ഞത് നേരത്തെ കോന്നി പോലീസ് സ്റ്റേഷനിലും ഹോസ്പിറ്റലിലും പറഞ്ഞിരുന്നതും ജബ്ബാർ സാറിനെ വയ്യാറ്റുപുഴയിൽ വെച്ച് അജ്ഞാത സംഘം വാഹനം ഇടിച്ചു വീഴ്ത്തിയെന്നാണ്. അല്പനേരം അവിടെ നിശബ്ദത പരന്നു. അത് മുറിച്ചത് മണിവർണ്ണയാണ്. അവർ അങ്ങനെ പറഞ്ഞാലും അത് തൽക്കാലം നമ്മളെ ബാധിക്കില്ലല്ലോ. ഒക്കെ ശരിയാ. പക്ഷേ ജബ്ബാർ സാറ് ഞങ്ങളുടെ സ്റ്റേഷനിൽ ഒരു പോലീസുകാരനോട് പറഞ്ഞു പോലും തിരികെ വന്നാലുടൻ തന്നെ ആക്രമിച്ചവരെ തീർക്കുമെന്ന്. അതപ്പോഴല്ലേ? ശിവയോഗി നിസാരവൽക്കരിച്ചു. എന്നാൽ മണിവർണ്ണയുടെ മുഖം വിളറിപ്പോയി. ചന്ദ്രലാൽ തുറന്നു. രണ്ടാമത്തെ കാര്യം, ചേട്ടൻ തന്ന ഫോൺ നമ്പർ സൈബർ വിങ് ചെക്ക് ചെയ്തു. അത് അഫ്ഗാനിസ്ഥാനിൽ നിന്നും എടുത്ത സിമ്മാണ്. കഴിഞ്ഞ ദിവസം ഉപയോഗിച്ചിരിക്കുന്നത് ഗോവയിൽ നിന്നും. അതിനുശേഷം സ്വിച്ച് ഓഫ് ആണ്. ശിവയോഗി അമർത്തി മൂളി. ഇനിയും ആ ഫോൺ ഓണാകുകയും എനിക്ക് കോൾ വരികയും ചെയ്യും. ഭക്ഷണം കഴിച്ച ഇല മടക്കി അവൻ എഴുന്നേറ്റു. പെട്ടെന്ന് ബിമ്മരം കോളനിയിൽ ഒരു ചെറുപ്പക്കാരൻ ഓടി വന്നു. സാറേ, ശിവസാറേ. മുറ്റത്തെത്തിയതേ അവൻ വിളിച്ചു. എന്താ സുരേഷേ? ശിവയോഗി തിരിഞ്ഞു നോക്കി. സുരേഷ് നിന്ന് കിതച്ചു. അന്ന് സാറിൻ്റെ ജീപ്പിന് തീയിട്ടില്ലേ ബൈക്കിൽ വന്നവർ? അവരിപ്പോൾ കോളനിക്കടുത്ത് വന്നിരുന്നു. കുറച്ചു നേരം ഇങ്ങോട്ട് നോക്കി നിന്നു. ശിവയോഗി പിടഞ്ഞുണർന്നു. എന്നിട്ട് അവരെവിടെ? സംശയം തോന്നി ഞങ്ങൾ പുറത്തിറങ്ങി നോക്കിയപ്പോഴേക്കും തിരിച്ചു പോയി കഴിഞ്ഞു. ബൈക്കിൻ്റെ നമ്പർ കണ്ടോ? ചോദിച്ചത് ചന്ദ്രലാലാണ്. കാണാൻ പറ്റിയില്ല സാറേ. സുരേഷിൻ്റെ ഒച്ചയിൽ നിരാശ. സാരമില്ല, അവരിനിയും വരും. കെണിയിൽ വീഴുകയും ചെയ്തു. ശിവയോഗി തീർത്തു പറഞ്ഞു. എന്നാലും ആരാണവർ? ചന്ദ്രലാലിൻ്റെ ചോദ്യത്തിന് ഉത്തരവില്ലായിരുന്നു. കക്കാട്ടുപുറത്തെ അന്നത്തെ ജോലികൾ അവസാനിപ്പിച്ചു. ശിവയോഗിയും പണിക്കാർക്ക് കൂലിയും നൽകിയ ശേഷം വെളുത്ത കുഞ്ഞിനെ ഓർമ്മപ്പെടുത്തി. അമ്മാവാ, ഇടയ്ക്കൊക്കെ ഇങ്ങോട്ടൊരു നോട്ടം വേണം. പുണ്യകോടിയും സംഘവും റിമാൻഡിലാണെങ്കിലും അവരുടെ സുഹൃത്തുക്കൾ പുറത്തുണ്ടാവും. ഇവിടെ നടക്കുന്ന പ്രവർത്തനങ്ങളൊന്നും തന്നെ അവർക്ക് ഇഷ്ടമായി എന്ന് വരില്ല. അക്കാര്യത്തിൽ സാറ് വിഷമിക്കണ്ട. ഞാൻ മാത്രമല്ല, കോളനിയിലെ നല്ലൊരു കൂട്ടം ചെറുപ്പക്കാരുടെ ശ്രദ്ധയും ഇവിടെ ഉണ്ടാവും. വെളുത്ത കുഞ്ഞ് ചിരിച്ചു.
ശിവയോഗിക്ക് സന്തോഷമായി. സന്ധ്യയോടെ അടുത്ത നേരത്ത് ശിവയോഗിയും മണിവർണ്ണയും ലോഡ്ജിലേക്ക് മടങ്ങി. കുറച്ച് ദിവസം മുൻപ് ശിവ ഒരു കാര്യം പറഞ്ഞിരുന്നു. എന്നാൽ പിന്നീട് അതേക്കുറിച്ച് മിണ്ടിയിട്ടില്ലല്ലോ. ജീപ്പിൻ്റെ വേഗം കുറച്ചുകൊണ്ട് അയാൾ അവളെ നോക്കി. എനിക്ക് ഓർമ്മ വരുന്നില്ലല്ലോ. മണിവർണ്ണ മുഖം വീർപ്പിച്ചു. അല്ലെങ്കിലും ആണുങ്ങൾ ഇങ്ങനെയാണെന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത്. മറന്നു പോയിട്ടില്ല പെണ്ണെ, നീ അങ്ങ് തുറന്നു പറ. അവൻ ഇടം കൈ നീട്ടി അവളുടെ വലം കൈയിൽ പിടിച്ചു. പറയുന്നേ. അല്ല, അന്നൊരിക്കൽ ലോഡ്ജിൽ വെച്ച് ചന്ദ്രലാലിനോട് നമ്മുടെ കാര്യം പറഞ്ഞു. വേഗം വിവാഹം നടത്തുമെന്ന്. അവൾ മുഖം കുനിച്ചിരുന്നു. അതാണോ കാര്യം? അത് ഞാൻ മറന്നിട്ടില്ല. ശിവയോഗി ഒന്നുകൂടി പിടിമുറുക്കി. നമ്മൾ കക്കാട്ടുപുറത്തേക്ക് താമസം മാറുന്ന അന്നു തന്നെ വിവാഹം. അതിനുശേഷം അവിടെ വെച്ച് നമ്മുടെ ആദ്യ രാത്രിയും. ലജ്ജയിൽ പൂത്ത മുഖത്തോടെ മണിവർണ്ണ മുഖമുയർത്തി. ഇങ്ങോട്ട് നീങ്ങിയിരിക്കടി. അവൻ അവളെ അല്പം കൂടി അടുത്തേക്ക് വലിച്ചിരുത്തി. പ്രാവ് കുറുകുന്നത് പോലെ ഒരു ശബ്ദം അവളിൽ നിന്നുണ്ടായി. മെല്ലെ അവൾ അവൻ്റെ തോളിലേക്ക് തലചായ്ച്ചു. അവൻ ആ നെറ്റിയിൽ അമർത്തി ചുംബിച്ചു. തണുത്ത കാറ്റ് ജീപ്പിനുള്ളിലേക്ക് അരിച്ചു കയറിക്കൊണ്ടിരുന്നു. ജീപ്പ് ലോഡ്ജിന് മുന്നിൽ നിന്നു. പുറത്തിറങ്ങവേ ശിവയോഗിയുടെ കണ്ണുകൾ ബെവറേജസ് ഔട്ട്ലെറ്റിൽ നേർക്ക് നീണ്ടു. അവിടെ നിന്നും മദ്യം വാങ്ങുന്നവരിൽ ഒരാളിൽ ആ നോട്ടം പതിഞ്ഞു. മണി, നീ റൂമിൽ കയറിക്കോ, ഞാനിപ്പോൾ വരാം പറഞ്ഞുകൊണ്ട് അവൻ റോഡ് മുറിച്ച് കടക്കുവാൻ ഭാവിച്ചു. എന്നാൽ തൊട്ടു മുന്നിലൂടെ ഒരു ടിപ്പർ ലോറി പാഞ്ഞുപോയി. ഒന്ന് നിന്നിട്ട് അവൻ റോഡിൻ്റെ മറുഭാഗത്തേക്ക് കുതിച്ചു. ശിവ, മണിവർണ്ണ എന്തോ പറയുവാൻ ഭാവിച്ചു. റോഡിനപ്പുറമെത്തിയ ശിവയോഗി കണ്ടു. മദ്യവുമായി വന്ന മനുഷ്യൻ ഒരു ബുള്ളറ്റ് ബൈക്കിൻ്റെ പിന്നിൽ കയറുന്നു. വെടിയുണ്ട പോലെ ആ ബൈക്ക് പാഞ്ഞുപോയി. ഛേ! ശിവയോഗി തിരികെ ജീപ്പിനടുത്തേക്ക് കുതിച്ചെത്തി. മണിവർണ്ണ സന്ദേഹത്തോടെ നോക്കി നിൽക്കുകയാണ്. ഞാനിപ്പോൾ വരാം. നമ്മുടെ ജീപ്പിന് തീയിട്ടവനാണ് ആ ബൈക്കിൽ പോയത്. പറയുന്നതിനിടയിൽ തന്നെ അവൻ ജീപ്പിൻ്റെ ഡ്രൈവർ സീറ്റിൽ എത്തി. ജീപ്പ് സ്റ്റാർട്ടായി. അല്പം പിന്നോട്ടെടുത്ത ശേഷം ജീപ്പ് റോഡിൽ വട്ടം തിരിഞ്ഞു. പിന്നെ ബുള്ളറ്റ് പോയ വഴിയെ പാഞ്ഞു. എന്നാൽ സീതത്തോട് വരെ പോയിട്ടും ബൈക്ക് കാണുവാൻ ശിവയോയ്ക്കായില്ല. നിരാശയോടെ അവൻ മടങ്ങി. പുത്തൂര് കരിക്കളം തറവാട്ടിലെ ബസവരാജനെയും കണ്ണാഭിരാമനെയും കാണാതായിട്ട് 4 ദിവസങ്ങൾ പിന്നിട്ടിരിക്കുന്നു. SP അമാവാസെ പല രീതിയിൽ അന്വേഷിച്ചിട്ടും യാതൊരു തുമ്പും കിട്ടിയില്ല. ധനരാജനെ ഓടയിൽ വലിച്ചെറിഞ്ഞവരുടെ കാർ പോലും കണ്ടെത്താനായില്ല. ധനരാജുമായി അമാവാസെ പലതവണ സംസാരിച്ചു. എന്നാൽ ആരിലേക്കും വിരൽ ചൂണ്ടുന്ന വിവരങ്ങളൊന്നും ലഭിച്ചിട്ടുമില്ല. അജ്ഞാത മൃതദേഹങ്ങളും ഒരിടത്തും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ധനരാജ് കരിക്കളം തറവാട്ടിൽ തന്നെയാണ് താമസം. ഇതിനിടെ തൻ്റെ സഹോദരങ്ങളെ കാണാനില്ലെന്ന വിവരം വസന്തി തന്നെ മുത്തമ്മയെ അറിയിച്ചു. അന്ന് രാത്രിയിൽ അത്രയും പണവുമായിട്ട് അവർ എവിടേക്കാണ് പോയത്? മുത്തമ്മ മകളുടെ മുഖത്തേക്ക് സൂക്ഷിച്ചു നോക്കി. വസന്തി മറുപടി നൽകിയില്ല. പറഞ്ഞു തുടങ്ങിയാൽ പല സത്യങ്ങളും അമ്മയോട് പറയേണ്ടി വരും. വിഷയം അവർ ധനരാജന് മുന്നിൽ അവതരിപ്പിച്ചു. ഒന്നും വിട്ടുപറയരുത് ചേച്ചി. നമ്മളെങ്ങനെയും ബസവേട്ടനെയും കണ്ണാബേട്ടനെയും കണ്ടെത്തും. അതിനുശേഷം എന്തു വേണമെന്ന് തീരുമാനിക്കാം. അവൻ അങ്ങനെ പറഞ്ഞു നിർത്തിയതും സെൽഫോൺ ശബ്ദിച്ചു. ധനരാജ് കോൾ അറ്റൻഡ് ചെയ്തു. അല്പനേരത്തെ സംസാരം കോൾ മുറിച്ചിട്ട് അവൻ വസന്തിക്ക് നേരെ തിരിഞ്ഞു. SP അമാവാസ്യ സാറാണ് വിളിച്ചത്. ചേച്ചി അത്യാവശ്യം ഒന്ന് കാണണമെന്ന്. സന്ധ്യ കഴിഞ്ഞിട്ട് ഓഫീസിലേക്കൊന്ന് ചെല്ലണമെന്ന്. എന്തോ പ്രധാന സംഗതി പറയാനാണ്. വസന്തിയുടെ നെറ്റി ചുളിഞ്ഞു. സന്ധ്യ കഴിഞ്ഞ് ഞാൻ ഒറ്റയ്ക്ക്? പേടിക്കേണ്ട കാര്യമില്ല. അമാവാസ്യ സാർ ചതിക്കത്തില്ല. ഒരുപക്ഷെ ഇന്ന് നമുക്ക് ചേച്ചിയുടെ സഹോദരന്മാരെയും പണമൊക്കെ തിരിച്ചു കിട്ടിയേക്കും. വസന്തിയുടെ കണ്ണുകളിൽ ഒരു തിളക്കം വന്നു. അങ്ങനെ സംഭവിച്ചാൽ മതിയായിരുന്നു ധനരാജെ. ഞാൻ പോകാം. സന്ധ്യ. ധനരാജ് പുറത്തെങ്ങോ പോയിരിക്കുകയാണ്. അമ്മയോട് പറയുക പോലും ചെയ്യാതെ വസന്തി ടൊയോട്ടോ കാറിൽ യാത്രയായി. കരിക്കളം തറവാട്ടിൽ നിന്നും ഏകദേശം 2 കിലോമീറ്റർ സഞ്ചരിച്ചു കാണും. പെട്ടെന്ന് പോക്കറ്റ് റോഡിൽ നിന്നും എടുത്തു ചാടും പോലെ ഒരു ചെറൂക്കി കാർ ടൊയോട്ടയുടെ മുന്നിലെത്തി. വസന്തി ബ്രേക്ക് പെഡൽ ആഞ്ഞമർത്തി. ടയറുകൾ റോഡിൽ ഉരഞ്ഞ് ടൊയോട്ട നിന്നു. വസന്തി പുറത്തേക്ക് തലനീട്ടി. ചെറൂക്കിയുടെ പിൻസീറ്റിൽ നിന്നും പ്രൗഢയായ ഒരു സ്ത്രീ ഇറങ്ങി. പ്രിയമുള്ളവരെ, നമ്മുടെ നോവൽ ഇവിടെ തുടരുകയാണ് കേട്ടോ. ആകാംക്ഷയോടെ
നാളത്തെ എപ്പിസോഡിനായിട്ട് നമുക്ക് കാത്തിരിക്കാം അല്ലേ? അപ്പോൾ നമ്മൾ പറഞ്ഞതുപോലെ ഈ ആഴ്ചത്തെ വിന്നറെ, ആ ഭാഗ്യശാലിയെ അല്ലെങ്കിൽ ആ ഭാഗ്യവാനെ നമ്മൾ തിരഞ്ഞെടുക്കുകയാണ്. അപ്പം ബോട്ടിനോട് ചോദിച്ചു, ഒരാഴ്ചയ്ക്ക് കമൻറ്റ്, ലൈക്ക് ഒക്കെ നമ്മൾ വെരിഫൈ ചെയ്തു. അതിൽ നിന്നും ഏറ്റവും നല്ല ഒരാളെ, ഒരു ഭാഗ്യവാനെ എനിക്ക് തരാൻ പറഞ്ഞു. അങ്ങനെ നമ്മളിങ്ങനെ കാത്തിരുന്നത് പോലെ ഒരാളെ നമുക്ക് കിട്ടിയിരിക്കുകയാണ്. ആളുടെ പേര് @viji4917 എന്ന് പറയുന്ന ഐഡിയിലാണ്. ആളിത് കേൾക്കുന്നുണ്ടാവുമെന്ന് എനിക്കറിയാം. ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് എന്നെ ഒന്ന് കോണ്ടാക്ട് ചെയ്യണം. നിങ്ങൾക്കായുള്ളൊരു സ്പെഷ്യൽ ഗിഫ്റ്റ് നിങ്ങളുടെ അഡ്രസ്സിൽ എത്തുന്നതായിരിക്കും. viji4917 എന്ന് പറയുന്ന ഐഡിയിൽ നിന്ന് വരുന്ന കമൻറ്റുകൾ, ലൈക്കുകൾ, ആ ഐഡിയാണ് ബോട്ട് എനിക്ക് തിരഞ്ഞെടുത്ത് തന്നിരിക്കുന്നത്. നമ്മുടെ പ്രതീക്ഷകൾ അവസാനിക്കുന്നില്ല. ഇനിയുമുള്ള ആഴ്ചകളിലൊക്കെ നമ്മളിങ്ങനെ വരികയായി. ഇനിയും ഒരുപാട് കഥകളുണ്ട് അല്ലേ? വീണ്ടും അടുത്ത ആഴ്ച നമ്മൾ ഒരാളെ കൂടി തിരഞ്ഞെടുക്കുന്നു. അവർക്ക് എൻ്റെ നോവലായ കനൽപ്പേത്തിൻ്റെ ഒരു കോപ്പി ആയിരിക്കും കിട്ടുക. ആരായിരിക്കും ആ ഭാഗ്യവതി അല്ലേ? കനൽപ്പേത്ത് ഇതിനു മുമ്പ് വാങ്ങിച്ചിട്ടുള്ളവരാണെങ്കിൽ അവർക്ക് പുതിയ നോവലായ മഹർബന്ധനം അല്ലെങ്കിൽ മരുഭൂമിയിലെ മേൽവിലാസം, ഇതിലേതെങ്കിലും ഒരു പുസ്തകമായിരിക്കും കിട്ടുക. അപ്പം ഈ വിജിക്ക് പുസ്തകമല്ലാത്ത ഒരു സ്പെഷ്യൽ ഗിഫ്റ്റ് ഞങ്ങൾ അയക്കുന്നതായിരിക്കും. അഭിനന്ദനങ്ങൾ വിജി. അതേപോലെ കൃഷ്ണ എനിക്ക് മെസ്സേജ് ചെയ്തിരുന്നു, അഞ്ചലിൽ നിന്നും കേൾക്കുന്ന ഒരുപാട് ടീച്ചർമാരുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട്. എല്ലാ ടീച്ചർമാർക്കും എൻ്റെ വലിയൊരു ഹായ്. അതേപോലെ ഒരു മരണവാർത്ത അറിയിച്ചിരുന്നു. ഒത്തിരി സങ്കടം തോന്നി. നമ്മൾ നേരിട്ട് അറിയില്ലെങ്കിൽ കൂടി ഇങ്ങനെയൊക്കെ പറഞ്ഞപ്പോൾ ഒത്തിരി സങ്കടം തോന്നി. ആ പരേതാത്മാവിന് നിത്യശാന്തി കിട്ടട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. മഴയൊക്കെയാണ്, എല്ലാവരും സുരക്ഷിതമായിട്ടിരിക്കുക. നാളെ വീണ്ടും നമുക്ക് കണ്ടുമുട്ടാമെന്നുള്ള പ്രതീക്ഷയിൽ ഒത്തിരി സ്നേഹത്തോടെ നിങ്ങളുടെ സ്വന്തം ജാഷി വയനാട്.